പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ക്ഷേത്രനടയിൽ വെച്ചുകൊണ്ട് തന്നെ പത്മം കമലത്തിനോട് സംസാരിക്കുകയാണ്. മനസ്സ് തുറന്ന് സന്തോഷത്തോടെ സംസാരിക്കുന്ന കമലമ്മയും അത് കേട്ട് അസ്വസ്ഥയോടെ നോക്കി നിൽക്കുന്ന പത്മത്തിനെയാണ് കാണിക്കുന്നത്. ആ കുടുംബത്തിലെ തന്നെ അവിഭാജ്യ ഘടകമായി മാറിയ വേദയെക്കുറിച്ചാണ് കമലമ്മ വാചാലയാകുന്നത്. ആ വീട്ടിൽ നിന്നും വേദയെ പടിയിറക്കി വിടാൻ പലരും പല വഴിക്കും ശ്രമിച്ചിരുന്നു. പത്മവും അതിനൊട്ടും തന്നെ പിന്നിലല്ലായിരുന്നു. എന്നാൽ ആ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെടാൻ കാരണം ആ കുടുംബത്തിന്, പ്രത്യേകിച്ച് കമലമ്മക്ക് വേദ എന്ന മരുമകളോടുള്ള അളവറ്റ സ്നേഹം തന്നെയായിരുന്നു. വീണ്ടും പത്മം അതേ കാര്യം തന്നെ കമലമ്മയോട് പറയുന്ന സമയത്ത് തന്നെ കമലമ്മ ഉറച്ച സ്വരത്തിൽ തന്നെ പത്മത്തിനോട് പറയുന്നുണ്ട്, ഇനിയും വേദമോളെ അവഗണിക്കാനൊന്നും ആർക്കും സാധിക്കില്ല പത്മം. ആ വീടിൻ്റെ ഐശ്വര്യവും വിളക്കും അവളാണ്. ആ വെളിച്ചം കെട്ടുപോവാൻ ഞാനോ ആ വീട്ടിലുള്ള മറ്റാരും ആഗ്രഹിക്കുന്നില്ല. വേദ കാരണം വിക്രമിന് വന്ന മാറ്റങ്ങളെക്കുറിച്ചും കമലമ്മ എടുത്തു പറഞ്ഞു. ഒരു കാലത്ത് പരുക്കനായിരുന്ന വിക്രം ഇന്ന് ഏറെ മാറിപ്പോയിരിക്കുന്നു. വേദയെ അവൻ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. വിക്രം വേദയുടെ കഴുത്തിൽ താലി ചാർത്തിയതുപോലും അവൻ്റെ മനസ്സിൻ്റെ മാറ്റത്തിൻ്റെ തെളിവാണ്. പഴയ വിക്രമിനെ തിരിച്ചു തരാമെന്ന് വേദ എനിക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. അത് സംഭവിക്കുമെന്ന് തന്നെ കമലമ്മ വിശ്വസിക്കുന്നു. എന്നെങ്കിലും ഒരിക്കൽ പത്മത്തിനത് ബോധ്യപ്പെടുകയും ചെയ്യും. വിക്രമും വേദയും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ സാധിക്കുമെന്ന് അവർ ആത്മവിശ്വാസത്തോടെ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അതിന് മറുപടി പറയാതെ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കാനേ പത്മത്തിന് കഴിഞ്ഞുള്ളൂ. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിൻ്റെ കമ്പനിയുടെ മുന്നിലുള്ള സമരപന്തലാണ്. അവിടെ തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾക്കായി വിക്രമിൻ്റെ നേതൃത്വത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. തികച്ചും സമാധാനപരമായ രീതിയിലാണ് വിക്രമും തൊഴിലാളികളും മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്. അവർക്ക് വേണ്ടത് ന്യായമായ ശമ്പളവും അവകാശങ്ങളുമാണ്. എന്നാൽ ഈ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാൻ ശ്രീകാന്തും MLA വാസവനും ചേർന്ന് ഗൂഢാലോചന നടത്തും. വിക്രമിനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ കേസിൽ കുടുക്കി ജയിലിലാക്കുക. ഇതായിരുന്നു അവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം. ഇതിനായി അവർ കൂലിത്തല്ലുകാരെയും ഗുണ്ടകളെയും സമരപന്തലിലേക്ക് അഴിച്ചുവിടുന്നു. സമാധാനപരമായി സമരം ചെയ്യുന്നവർക്കിടയിൽ കയറി പ്രശ്നമുണ്ടാക്കി അത് വിക്രമിൻ്റെ തലയിൽ കെട്ടിവെക്കുക എന്നതായിരുന്നു ശ്രീകാന്തിൻ്റെ കുബുദ്ധി. ശ്രീകാന്ത് അയച്ച ആളുകൾ സമരപന്തലിൽ അക്രമം അഴിച്ചുവിട്ടു. വാക്കേറ്റങ്ങൾക്കിടയിൽ ഒരാൾ കത്തിയെടുത്ത് വിക്രമിനെ കുത്താൻ വേണ്ടി പാഞ്ഞെടുത്തു. ഇത് കണ്ട് മാറി നിന്ന ശ്രീകാന്ത് ക്രൂരമായി ഒന്ന് നോക്കിയിട്ട് ചിരിച്ചു. വിക്രമിനെ അപായപ്പെടുത്താൻ ശ്രീകാന്ത് തന്നെ അവനെ ആക്രമിയുടെ മുന്നിലേക്ക് തള്ളിവിട്ടു. എന്നാൽ വിക്രം പെട്ടെന്ന് ഒഴിഞ്ഞുമാറിയതുകൊണ്ട് ആ കത്തിക്കുത്ത് വിക്രമിന് കൊണ്ടില്ല. പകരം അവിടെ നിന്ന മറ്റൊരു നിരപരാധിയായ തൊഴിലാളിക്കാണ് കുത്തേറ്റത്. ഇത് കണ്ട് വിക്രം ഞെട്ടിത്തരിച്ചു. തൻ്റെ കൺമുന്നിൽ വെച്ച് നടന്ന ഈ ചതി കണ്ട് അവൻ അമ്പരന്നു. ശ്രീകാന്ത് പമ്മി മാറുന്നത് കണ്ടപ്പോൾ വിക്രമിന് കാര്യം മനസ്സിലായി. ഇത് തന്നെ കൊടുക്കാനും സമരം പൊളിക്കാനും ശ്രീകാന്ത് മെനഞ്ഞ പദ്ധതിയാണെന്ന് വിക്രം തിരിച്ചറിഞ്ഞു. അങ്ങനെ പ്രശ്നം കൂടുതൽ വഷളായതോടുകൂടി തന്നെ പോലീസുകാർ അവിടേക്ക് എത്തി. SI സാബു അങ്ങോട്ടേക്ക് എത്തി. ശ്രീകാന്തിൻ്റെ പക്ഷം പിടിക്കുന്ന ഇൻസ്പെക്ടർ സാബുവാണ് അങ്ങോട്ടേക്ക് എത്തിയത്. തൻ്റെ പദ്ധതി പാളിയതിൻ്റെ ദേഷ്യത്തിലായിരുന്നു ശ്രീകാന്ത്. സാബു വന്ന ഉടനെ ശ്രീകാന്ത് പറഞ്ഞു, നോക്ക് സാറേ, ഇവൻ ഈ കാണിക്കുന്നത് സമാധാനപരമായി സമരം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടതേ ഇവിടെ ഈ ഫാക്ടറി തല്ലി പൊളിക്കുകയാണ്. ഒരാളെ കുത്തി വീഴ്ത്തിയിരിക്കുന്നു. കുത്തേറ്റയാളെ വിക്രമും മറ്റു തൊഴിലാളികളും ചേർന്ന് ആശുപത്രിയിലേക്ക് അയച്ചു. ഇതിനിടയിൽ ഇൻസ്പെക്ടർ സാബു വിക്രമിന് നേരെ തിരിഞ്ഞു. ദേഷ്യം കൊണ്ടുകൊടുത്തിന് ഇൻസ്പെക്ടർ സാബു വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എടാ, തൊഴിലാളികളെ കുത്തിക്കൊള്ളാനാണോടാ നീ ഇങ്ങനെ സമരം നടത്തുന്നത്? നിനക്ക് ഇവരുടെയൊക്കെ ജോലി കളയണം. അതിന് നീ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സാബു വിക്രമിനെ ഭീഷണിപ്പെടുത്തി. വിക്രം തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചു. തങ്ങൾ സമാധാനപരമായി സമരം ചെയ്യുകയായിരുന്നുവെന്നും പുറത്തുനിന്നു വന്നുള്ളവരാണ് പ്രശ്നമുണ്ടാക്കിയതെന്നൊക്കെ അവൻ പറഞ്ഞു. ഈ കമ്പനിയിലെ മുതലാളിയായ ശ്രീകാന്ത് ഇവർക്ക് അർഹമായ ശമ്പളമോ ബോണസോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയാണ് സാറേ. അതൊക്കെ ചോദിക്കാനാണ് സാറേ ഞങ്ങൾ വന്നതെന്ന് വിക്രം തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ഇൻസ്പെക്ടർ സാബു അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അയാൾ വിക്രമിനെ കോളറിൽ പിടിച്ചു വലിച്ച് ഇതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതിയെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വണ്ടിയിൽ കയറ്റടാ എന്നൊക്കെ പറയും. പിടിച്ചെല്ലാവരെയും വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റടാ, SI സാബു പോലീസുകാരോട് ആജ്ഞാപിച്ചു. വിക്രമിനെയും പാവപ്പെട്ട തൊഴിലാളികളെയും പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തിൽ താൻ വിജയിച്ചു എന്ന ഭാവത്തിൽ ചിരിച്ചുകൊണ്ട് തന്നെ ശ്രീകാന്ത് അവിടെ നിന്നും മാറി നിന്നു. എല്ലാം അവസാനിച്ചു എന്ന് വിക്രം കരുതിയ ആ നിമിഷം അപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ടേക്ക് വന്നു നിന്നത്. അതിൽ നിന്നും വേദ ഇറങ്ങി വന്നു. രാധ വിളിച്ചു പറഞ്ഞതനുസരിച്ച് കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വേദ അങ്ങോട്ടേക്ക് എത്തിയത്. വേദയെ കണ്ടതും ശ്രീകാന്തിൻ്റെ മുഖത്തെ ചിരി അങ്ങ് മാഞ്ഞു. വേദ നേരെ ഇൻസ്പെക്ടർ സാബുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇവരെ എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത്? അവൾ ചോദിച്ചു. ഇതൊരു ക്രമസമാധാന പ്രശ്നമാണ് കുട്ടി, ഇതിൽ നീ ഇടപെടാൻ നിൽക്കണ്ട, സാബു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ വേദ വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായില്ല. അതെങ്ങനെ പറ്റും സാറേ? ഈ കമ്പനി എൻ്റെ കൂടെ പേരിലുള്ളതാണ്. എൻ്റെ അച്ഛൻ്റെ സ്വത്താണിത്.
ഇതിൽ ചോദ്യം ചെയ്യാൻ എനിക്കിതിൽ അവകാശമുണ്ട്, അവൾ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. അന്നേരം സാബു വേദയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വീണ്ടും വിക്രമിനെ തന്നെ കുറ്റപ്പെടുത്താൻ നോക്കി. അവൻ ആളെ കുത്തിയെന്നും സമരം അക്രമാസക്തമായെന്നും സാബു കള്ളം പറഞ്ഞു. എന്നാൽ വേദയുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ ഒരു സമരം നടന്നത്. വിക്രമേട്ടൻ സമാധാനപരമായിട്ട് തന്നെയാണ് സമരം നയിച്ചത്. ഇതിനിടയിൽ പ്രശ്നമുണ്ടാക്കാൻ മനഃപൂർവ്വം ചിലർ ഇങ്ങോട്ടേക്ക് വന്നതാണ്. കുത്തേറ്റ ആൾ ആശുപത്രിയിൽ വെച്ച് എന്നോട് എല്ലാ സത്യവും പറഞ്ഞു. അയാളെക്കൊണ്ട് ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതാണെന്നും അയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ സാബു സാറിന് നേരിട്ട് പോയിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കാമെന്നൊക്കെ പറയാട്ടോ വേദ. ഇത് കേൾക്കുന്നതോടുകൂടി തന്നെ ശ്രീകാന്ത് ആകെ വേർത്തു. തൻ്റെ കള്ളക്കളി പൊളിഞ്ഞുവെന്ന് അവന് മനസ്സിലായി. വേദ ശ്രീകാന്തിൻ്റെ നേർക്ക് തിരിഞ്ഞു. ഇവരുടെ ആവശ്യങ്ങളെല്ലാം ന്യായം തന്നെയാണ് ഏട്ടാ. ശമ്പളം കൂട്ടിക്കൊടുക്കണം, ബോണസ് നൽകണം. ഞാനും ഇതിൻ്റെ ഉടമസ്ഥ തന്നെയാണ്. അതിനാൽ ഞാൻ അതിന് സമ്മതിക്കുന്നു. ഏട്ടനും ഇത് അംഗീകരിച്ചേ പറ്റൂ, വേദ തീർത്തും പറഞ്ഞു. ശ്രീകാന്ത് അപ്പോഴേക്കും അഹങ്കാരത്തോടെ പറഞ്ഞു, ഇല്ല, ഞാൻ ഇതൊരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ അവരുടെ ആ ഒരു വിഷയത്തിൽ ഇങ്ങനെ തർക്കം മുറുകിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ അപ്രതീക്ഷിതമായിട്ട് ശങ്കരനാരായണൻ്റെ കടന്നുവരവ്. ശ്രീകാന്തിൻ്റെയും വേദയുടെയും പിതാവ് ജസ്റ്റിസ് ശങ്കരനാരായൺ അങ്ങോട്ടേക്ക് വരുന്നതും കണ്ടുകൊണ്ട് തന്നെ ശ്രീകാന്ത് ഒന്ന് ഭയന്ന് വിറച്ചു. വിക്രമും തൊഴിലാളികളും ചേർന്ന് പ്രതീക്ഷയോടെ കൂടെ അദ്ദേഹത്തെ നോക്കി. ശങ്കരൻ നേരെ തൊഴിലാളികളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, നിങ്ങളെല്ലാവരുടെയും ആവശ്യം ഞാൻ അംഗീകരിക്കുന്നു. നാളെ മുതൽ നിങ്ങൾക്ക് ജോലിക്ക് വരാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് തീരുമാനമാക്കാം. അദ്ദേഹം അവർക്കെല്ലാം ഉറപ്പു നൽകി. അത് കേട്ട് തൊഴിലാളികളെല്ലാം തന്നെ ആഹ്ലാദിച്ചു. വിക്രം വിജയിച്ചു. അവർ മുദ്രാവാക്യം വിളിച്ചു. നാണം കെട്ട അവസ്ഥയിലായ ഇൻസ്പെക്ടർ സാബു അവിടെ നിന്നും സ്ഥലം വിട്ടു. വേദ വിക്രമിനെയും കൂട്ടി അവിടെ നിന്നും മടങ്ങി. അങ്ങനെ എല്ലാവരും അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം ഒടുവിൽ ശങ്കരനാരായണനും ശ്രീകാന്തും മാത്രം അവിടെ അവശേഷിച്ചു. ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ശങ്കരൻ ശ്രീകാന്തിൻ്റെ മുഖത്ത് നോക്കി ഒരൊറ്റ നങ്ങ് പൊട്ടിച്ചു. എല്ലാവരും കൂടിയിട്ട് എന്നെ നാണം കെടുത്താൻ നോക്കുവാണോ? സമാധാനമായി തീർക്കേണ്ട കാര്യം വെറുതെ വഷളാക്കി വിക്രമിനെ കള്ളക്കേസും കൊടുക്കാൻ നീ നോക്കിയല്ലേ? നിന്നോട് ഞാൻ പല തവണ പറഞ്ഞതാണ് വിക്രമിനെ ഉപദ്രവിക്കരുതെന്ന്. ഇനി അവനെതിരെ നീ എങ്ങാനും തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിന്നെ അങ്ങ് മറക്കേണ്ടി വരും. ശങ്കരൻ അന്ത്യശാസനം പോലെ ശ്രീകാന്തിനോട് പറഞ്ഞു. അപമാനഭാരത്താൽ തല കുലിച്ചു നിൽക്കുന്ന ശ്രീകാന്തിനെ ഉപേക്ഷിച്ച് ശങ്കരനാരായൺ നടന്നകലുന്നതോടുകൂടെ തന്നെ ആ സംഭവ ബഹുലമായ രംഗത്തിന് തിരശീല വീഴുന്നു. അങ്ങനെ പവിത്രം സീരിയലിൽ ഇനി അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് കേട്ടോ വരാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോൻ്റെ തൊട്ട് മുൻപായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നും ഇതേപോലെ തന്നെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.